ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ കഥ ഇങ്ങനെയാണ്. ദേവയാനിക്ക് മോളോടുള്ള ദേഷ്യവും ആ രീതികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം ആദർശിൻ്റെ കുഞ്ഞാണെന്നൊക്കെ അറിഞ്ഞിട്ടും നയനയ്ക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പം, അതിനോട് എനിക്ക് എതിർപ്പുമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ ചോദിച്ചു, പിന്നെ മോളെന്ത് ചെയ്യണമായിരുന്നു എന്നാണ് നീ പറയുന്നത്? ആദർശനെ കോടതി കേട്ടനായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, അങ്ങനെ ആദർശനെതിരെ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് അവൻ കോടതി കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെതിരെ സാക്ഷി പറയുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അവൻ്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവാട്ടോ. പോയി കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അമ്മ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശനോട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളുടെ മാനസികാവസ്ഥ എനിക്ക് അറിയാം, പക്ഷേ പലപ്പോഴായിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ചത്തുബോളുമായിട്ട് അവളെ അടുക്കണം, അതിന് മോൾ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശി മോളോട് ദേഷ്യം കാണിച്ചാലും മോൾ അത് കാര്യമാക്കുമെന്ന് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് കൂടെ ചെല്ലണം കേട്ടോ, അന്നേരം ഈ ദേഷ്യമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശി. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നീട് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് ചോദിക്കും, എടാ DNA ടെസ്റ്റിൻ്റെ കാര്യം എന്താ, റിസൾട്ട് കിട്ടാറായോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാണ്, കിരണിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലാണല്ലോ കൊടുത്തത്, അവൻ ലീവാണ്, അവൻ ജോയിൻ ചെയ്താലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിപ്പം ഞാൻ സഹിച്ച് മടുത്തു, ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ എത്ര വെച്ചാൽ കേട്ട് നിൽക്കുന്നത്, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എന്നൊക്കെ പറയുക. അന്നേരം കിരൺ പറയുന്നുണ്ട്, അതൊക്കെ തെളിയാം, നീ ടെൻഷൻ അടിക്കാതെ, പിന്നെ നയന എന്നോട് പറഞ്ഞായിരുന്നു ചന്ദമോളോട് നീ കുറച്ച് അകൽച്ച കാണിക്കുന്നുണ്ടെന്ന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിനെ എന്തെങ്കിലുമൊക്കെ അറിയാമോടാ എന്നാ എങ്ങനെ ചോദിക്കുന്നത്. നേരെ ആദർശ് പറയുന്നുണ്ട്, നേരത്തെ പോലെയല്ല, എനിക്കിപ്പോൾ ആ കുട്ടിയോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത്. ഏതായാലും അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആകെ വിഷമമാണ്, മുത്തശ്ശൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും എവിടെയോ ഒരു ചെറിയ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ മൂർത്തി സാറിനോട് സംസാരിച്ചായിരുന്നു, പിന്നെ ഞാനും കല്യാണിയും പോലും നിന്നെ സംശയിക്കുന്നില്ല, അതുപോലെ നയനയും നിൻ്റെ കൂടെ നിൽപ്പുണ്ട്, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നോട് അകൽച്ച കാണിക്കുന്നു, വെറുപ്പ് കാണിക്കുന്നു, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, നിൻ്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അവിടുന്ന് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ആകെ വിഷമിച്ചിങ്ങനെ ഹാളിൽ വന്നിരിക്കുന്ന കേട്ടോ. അന്നേരം മോള് പതിയെ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലും, എന്നിട്ട് ദേവയാനിയുടെ അടുത്തിങ്ങനെ വന്നിങ്ങനെ കൈയൊക്കെ തൊട്ടും. അന്നേരം ദേവയാനി ചോദിക്കും, നിനക്ക് എന്താ വേണ്ടേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. അന്നേരം മോള് പറയാണ്, എനിക്ക് ആരുമില്ല മുത്തശ്ശി എന്ന്. അന്നേരം ദേവയാനി ചോദിക്കും, ആരുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നിന്നെ ഏറ്റെടുക്കണം, നിനക്കിപ്പോൾ ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് പൊക്കോ എൻ്റെ അടുത്ത് നിന്ന് എന്ന് പറയും. അപ്പോൾ മോള് ഇത്തിരി വിഷമിച്ചിങ്ങനെ പോരുവാണ്. അന്നേരം നയന അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന്. അന്നേരം ദേവയാനി ചോദിക്കും, നീയാണോ മാറി നിന്നിട്ട് മോളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്, അതിൻ്റെ ആവശ്യമില്ല, ആ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റേതു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ മോളല്ല എന്ന് തെളിഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ വിട്ടുകളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്ക് ആ കുട്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നയന പറയുക കേട്ടോ. അന്നേരം ദേവയാനി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയോ അതിനുവേണ്ടി മരുന്ന് കഴിക്കുകയോ ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹിക്കുക ഒരു കുട്ടിയായില്ലേ, അത് മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ദേവയാനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല ഈ കാര്യങ്ങളൊന്നും. പിന്നീട് ജലജയാണ് കാണിക്കുന്നത്. ജലജ ദേവയാനിയോട് പറയുകയാണ്, നൂലുകെട്ടിന് അബിയുടെ കുട്ടിയുടെ നൂലുകെട്ടിനെ ഈ പെൺകൊച്ചിനെ കൊണ്ടാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതെന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തീരുമാനം എടുക്കുക എന്ന് ദേവയാനി പറയും. അന്നേരം അങ്ങോട്ട് അജയനും അതുപോലെ ജയനും വരികയാണ്. അന്നേരം അവരോട് ജലജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ കൊച്ചുമോൻ്റെ നൂലുകെട്ടാണ് നാളെ, അവിടേക്ക് പോകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുവരാനാണോ തീരുമാനിച്ചേക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി വന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയും, കാണുന്നവരോടൊക്കെ എന്ത് മറുപടി പറയും, അങ്ങനെ മറുപടി പറയാനില്ലാതെ അവിടെ നിൽക്കേണ്ടി വരില്ലേ നമ്മൾ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ജയൻ പറയുന്നുണ്ട്, ഒരു കാലത്ത് നിന്നെ ഈ വീട്ടിലോട്ട് ദത്തെടുത്തുകൊണ്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അന്ന് ആ ആൾക്കാർ ചോദിച്ചത്, അതിനുള്ള മറുപടി അച്ഛനും അമ്മയും കൊടുത്തിട്ടുമുണ്ട്, അത് തന്നെ അവർ ഇനിയും ചെയ്തോളൂ എന്ന് പറയുക കേട്ടോ. അന്നേരം ജലജ ചോദിക്കും,
എന്നെ കൊണ്ടുവന്ന പോലെയാണ് ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവന്നത് എന്ന്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെയല്ല, ശരിയാണ്. കാരണം ഈ കുട്ടി ഈ കുടുംബത്തിലൊരു അംഗമാണ്, നീ അങ്ങനെ പോലും അല്ലായിരുന്നു, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയും. അന്നേരം അജയനും പറയുന്നുണ്ട്, ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനാണ്, ഒരു കാര്യമില്ലാതെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇനി ഇവിടെ വളരും, അതുകൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും നാളത്തെ നൂലുകെട്ടിന് ആ കുട്ടി വരുന്നതിന് എനിക്ക് താല്പര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളങ്ങ് തീരുമാനിച്ചു എന്നങ്ങനെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോഴേക്കും ജയൻ ദേവയാനോട് പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം നിനക്ക് അറിയാലോ, അതുകൊണ്ട് ആ കൂടെ കൂടാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാനൊന്നും കൂടുന്നുമില്ല, പിന്നെ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ തന്നെ സംഭവിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യണ്ടേ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോൾ ജയൻ അജയനോട് പറയുന്നുണ്ട്, അച്ഛൻ ദീർഘവീക്ഷണമുള്ള ആളാണ്, ഒന്നും കാണാതെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല, അതുകൊണ്ട് പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ആ കൊച്ചിനെ വെറുക്കാനും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനും നമ്മൾ നിൽക്കരുത് എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നുണ്ട് അജയൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയൻ ആദർശിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. ആദർശനാകെ വിഷമമാട്ടോ. അപ്പോൾ ജയനെ കാണുമ്പോൾ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അന്നേരം ജയൻ പറയും, ഇല്ല, നീ അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലൊന്നും ഇടപെടാത്തത് എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചായിരുന്നു, അച്ഛൻ പറയുന്നത് ഇനിയിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് തെളിയിക്കാനൊന്നും പോകണ്ട, അതിവിടെ വളർന്നോട്ടെ എന്നാണ് പറയുന്നത് എന്ന് പറയും. ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് മുത്തശ്ശനോട് എതിർപ്പ് വരും. അതെന്തിനാ അങ്ങനെ പറയുന്നേ? ആരാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞതിന് ശേഷം ആ കുട്ടീനെ അവിടെ വളർത്താലോ. ഈ ആൾക്കാരിൽ ഇങ്ങനെ വായിലിരിക്കുന്ന ചീത്ത മൊത്തം ഇങ്ങനെ ആദർശിന് കേൾക്കേണ്ടി വരില്ലല്ലോ. അന്നേരം ആദർശ് ആ കാര്യം പറയുന്നുണ്ട്, അതങ്ങനെയല്ല അച്ഛാ, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് എല്ലാവരെയും എനിക്ക് തെളിയിക്കണം, എങ്കിലേ എനിക്ക് മനസ്സമാധാനമുള്ളൂ എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അതേതായാലും നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ചെയ്യണം, കാരണം ഇതുപോലൊരു കാര്യം ചെയ്തേക്കുന്നവൻ ഏതായാലും ഒരു ഫ്രോഡായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ മോളെ ഇങ്ങനെ ഉപേക്ഷിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അവൻ്റെ കൂടെ ഈ കുട്ടിയെ പറഞ്ഞു വിടാനൊന്നുമല്ല, അവന് നിയമപരമായിട്ട് ശിക്ഷയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതിനെങ്കിലും ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുകയും എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം എന്ന് പറയുമ്പോൾ ജയൻ പറയും, അതിനുവേണ്ടി എന്താണോ ചെയ്യാനുള്ളത് അത് നീ ചെയ്തോ, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജയൻ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നത്. ജയൻ പിന്നീട് റൂമിൽ ചെല്ലുമ്പോൾ ദേവയാനി അവിടെയുണ്ട്. അപ്പോൾ ദേവയാനിയെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനാണ്, എങ്കിൽ ഇനിയുള്ള കാലം മൊത്തം ആ കുട്ടി ഇവിടെ കാണും, ആർക്കും ആ കുട്ടീനെ ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല, ആ സ്ഥിതിക്ക് ഒരു കൊച്ചു കുട്ടിയല്ലേ അത്, ചന്തുമോളെ അതിനെ നീ വിഷമിപ്പിക്കരുത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹിച്ചതാണ്, പക്ഷേ ആദർശാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നറിഞ്ഞതിന് ശേഷം എനിക്ക് ആ കുട്ടിയെ അങ്ങനെ സ്നേഹിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ആ കുട്ടിയെ സ്നേഹിക്കാൻ നയനമോൾക്ക് സാധിക്കുന്നുണ്ട്, പിന്നെ നിനക്കെന്താണ് പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം, നയനമോളെ അവൻ വഞ്ചിച്ചു, അവളെപ്പോലെ ഒരു ഭാര്യയെ അവനെ കിട്ടിയിട്ട് അവളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ വെറുത്തുപോയി, ഞാൻ അവനെ സ്നേഹിക്കില്ല, എന്നോട് ഇനി തർക്കിക്കാൻ വരണ്ട, തർക്കിക്കാൻ വന്നാൽ നമ്മൾ തമ്മിൽ ഇനി വെറുതെ വഴക്കിനൊരു കാരണമാകും, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്നോടെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം എത്ര പറഞ്ഞിട്ട് ദേവയാനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഒരു ഭാവത്തോടെ നിൽക്കുവാണ് ജയൻ. പിന്നെ കാണിക്കുന്നത് ദേവയാനിക്ക് ആകെ വിഷമമാണ്. ഹാളിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളെ പിന്നെയും നയന ദേവയാനിയുടെ അടുത്തോട്ട് ഇങ്ങനെ പറഞ്ഞു വിടും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നത്? അടുത്തോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം മോളിങ്ങനെ കുറേ നേരം നോക്കിയിട്ട് അതിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്, ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. വേറെ എന്താ ചെയ്യുന്നതെന്നോർത്ത് ദേവേനെ കണ്ണിങ്ങനെ അങ്ങ് തുടച്ച് എന്നിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കും. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ആഹാ വഴക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ദേഷ്യപ്പെട്ടല്ലേ മോളോട് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഓ എന്നോട് സ്നേഹം കുടിക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് കൊച്ചിനെ നീ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞു വിടുവാണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞൊന്നും വിട്ടതല്ല, മോള് തന്നെ വന്നതാണ് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും നീ എത്ര വേണമെങ്കിലും മോളെ സ്നേഹിച്ചോ, അതിന് ഞാനൊരു തടസ്സം നിൽക്കുന്നില്ല, കാരണം സ്നേഹിക്കണോ വേണ്ടോ എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്, അതുകൊണ്ട് എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ, പക്ഷേ ആ സ്നേഹം എന്നിലേക്ക് പടർത്താൻ വേണ്ടി മോളെ എപ്പോഴെപ്പോഴും എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പറഞ്ഞു വിടണ്ട, അതൊരിക്കലും സാധിക്കില്ല എന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ട്.
അപ്പോൾ നയന എന്നും പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അനഘ പറഞ്ഞത് ഇവിടുത്തെ കൊച്ചുമോളാണ് ചന്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ ഇവിടുന്ന് മുത്തശ്ശൻ പറഞ്ഞു വിടില്ല. ആ സ്ഥിതിക്ക് ഇങ്ങനെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവയാനി സമ്മതിക്കുന്നില്ല. ഏതായാലും ദേവയാനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും മോളോട് പറയുകയാണ്, മോളിതൊന്നും കണ്ട് പേടിക്കണ്ട. ആദ്യമൊക്കെ ഈ മുത്തശ്ശി എന്നോട് ഇങ്ങനെയായിരുന്നു, എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു, ദേഷ്യമായിരുന്നു. എന്നിട്ടിപ്പോൾ ആ ദേഷ്യമൊക്കെ മാറി ഇരട്ടി സ്നേഹം തരുന്നില്ലേ? അതുപോലെ തന്നെ ഒരിക്കൽ മോളെയെ സ്നേഹിക്കും, ചേർത്ത് നിർത്തും. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോളെ ആശ്വസിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.